സെക്ഷൻ 13.9 ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ്. സോ നമ്മൾ ഇപ്പം എക്സ്ട്രീമ വാല്യൂസിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾസിൽ. സോ അവിടെയെല്ലാം എക്സ്ട്രീമം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആക്ച്വലി നമ്മൾ എഫിൻ്റെ വാല്യൂസ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന മീനിങ് ആണ് ഉള്ളത് അല്ലേ? സോ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ എക്സ്ട്രീമം വാല്യൂ കണ്ടുപിടിക്കുന്നു, അഥവാ അതിൻ്റെ മാക്സിമം വരുന്ന വാല്യൂ അല്ലെങ്കിൽ മിനിമം വരുന്ന വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ എഫിൻ്റെ എക്സ്ട്രീമം വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ഹാവിങ് സം കണ്ടീഷൻസ്. സോ അത്തരം കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് യൂസിങ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ് ഓർ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ്. അതായത് നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും ആൻഡ് ഒരു കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് കൺസ്ട്രെയിൻറ്റ് എന്നാണ്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എഫിന് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ വരുന്ന പോയിൻറ്റ്സിനെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ്. സോ അതിനു മുന്നേ നമുക്കൊരു തിയറം നോക്കാം, ലഗ്രാഞ്ചസ് തിയറം. സോ ലഗ്രാഞ്ചസ് തിയറം നോക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ഹാവ് continuous first partial derivatives in some region D in the plane. If f has a extrema at a point AB on the smooth constrained curve g of xy equal to c lying in D and del g of AB not equal to 0, then there is a real number lambda such that del f of AB equal to lambda del g of AB. അതായത് എഫിനും ജിക്കും കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് ഇൻ സം റീജിയൻ ഡി ഇൻ ദ ഡൊമൈൻ. ഇനി എഫിന് ഒരു എക്സ്ട്രീമ ഉണ്ട്, എ ബിയിൽ ഒരു എക്സ്ട്രീമ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് കണ്ടീഷൻ, അഥവാ അത് കൺസ്ട്രെയിൻഡ് ഏതാണ്? ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ലൈ ഓൺ ഡി വിത്ത് ഡെൽ ജി ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കൊരു നമ്പർ ലാംഡ കിട്ടും കണക്റ്റിംഗ് ഡെൽ ജി ആൻഡ് ഡെൽ എഫ്. ഡെൽ എഫിനെയും ഡെൽ ജിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലാംഡ കിട്ടും. ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ലാംഡ സച്ച് ദാറ്റ് ഡെൽ എഫ് ഓഫ് എ ബി ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി ഓഫ് എ ബി. ഇവിടെ ലാംഡേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ്. സപ്പോസ് ദാറ്റ് എഫ് എൻ ജി കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കണമെങ്കിൽ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിന്റ് ജി ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് ഈക്വൽ ടു കെ. ഓക്കെ, കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ നമുക്ക് തിയറം 1 യൂസ് ചെയ്തിട്ട് ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി അല്ലേ? അങ്ങനെ ഒരു എന്തുണ്ട്, ഡെൽ ജിയും ഡെൽ എഫിനെയും കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ ഉണ്ടെന്നറിയാം. സോ അതേപോലെ തന്നെ ജി ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ ടു കെ അറിയാം. സോ ആദ്യം നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റെപ്പ് 1 ഒത്തിരി പോയിൻറ്റ്സ് കിട്ടും. ആ ഓരോ പോയിന്റിലും എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി ഈ സ്റ്റെപ്പ് 2 നമ്മൾ ഓരോ പോയിന്റിലും എഫിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുമല്ലോ. അതിൽ ലാർജസ്റ്റ് ഏതാണോ ദ ലാർജസ്റ്റ് വാല്യൂ ഈസ് ദ കൺസ്ട്രെയിൻഡ് മാക്സിമം ഓഫ് എഫ് ആൻഡ് ഏതാണ് സ്മോള് അതായിരിക്കും കൺസ്ട്രെയിൻഡ് മിനിമം ഓഫ് എഫ്. സോ ഇവിടെ പറയുന്ന ഒരു കൺസ്ട്രെയിൻറ്റ് ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ മാക്സിമത്തിനെ കൺസ്ട്രെയിൻഡ് മാക്സിമം എന്നും മിനിമത്തിനെ കൺസ്ട്രെയിൻഡ് മിനിമം എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിനുള്ളൊരു ചെറിയൊരു നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഡെൽ എഫ് എന്ന് വെച്ചാൽ എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ്പ് ആണ്. അതേപോലെ ഡെൽ ജി എന്ത് വരും? ജി എക്സ് ഐ ക്യാപ് പ്ലസ് ജി വൈ ജെ ക്യാപ് പ്ലസ് ജി സെഡ് കെ ക്യാപ്പ് ആണ് അല്ലേ? സോ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? എഫ് എക്സ് ഈക്വൽ ടു ലാംഡ ജി എക്സ്, എഫ് വൈ ഈക്വൽ ടു ലാംഡ ജി വൈ ആൻഡ് എഫ് സെഡ് ഈക്വൽ ടു ലാംഡ ജി സെഡ്. സോ ഈ 3 ഇക്വേഷൻസും ടുഗദർ വിത്ത് നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു കെ, ഈ 4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ് വൈ സെഡ് ലാംഡ ഈ 4 കാര്യങ്ങളും കണ്ടുപിടിച്ച് പോയിൻറ്റ്സ്
കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എഫിൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. Find the maximum and minimum value of the function f of xy equal to x square minus 2y subject to x square plus y square plus 9. So f വന്നിട്ടുണ്ട്, f of xy equal to x square minus 2y ആണ്. ഇതാണ് നമ്മുടെ കൺസ്ട്രെയിൻ, അതായത് g of xy equal to k. കണ്ടില്ലേ? So the constraint equation is g of xy equal to x square plus y square equal to 9. ഇനി നമുക്ക് del f equal to lambda into del g അത് ഇക്വേറ്റ് ചെയ്യണം അല്ലേ. അതുകൊണ്ട് del f കാണണം, del g കാണണം. del f എന്താണ്? എഫ് എക്സ് ഐ ക്യാപ്പ് പ്ലസ് എഫ് വൈ ജെ ക്യാപ്പ്. എഫ് എക്സ് എന്താണ്? 2x ആണ്. എഫ് വൈ എന്താണ്? -2 ആണ്. സോ 2x ഐ ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ്. del g എന്ത് വരും? സിമിലർലി 2x ഐ ക്യാപ്പ് പ്ലസ് 2y j ക്യാപ്പ്. ഇനി del f ഈക്വൽ ടു ലാംഡ del g ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x ഐ ക്യാപ്പ് മൈനസ് 2j ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2x ഐ പ്ലസ് 2y j. और ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 ലാംഡ എക്സ് ഐ പ്ലസ് 2 ലാംഡ ജെ. ഇനി എന്ത് ചെയ്യുക? ഇത് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് 2x ഈക്വൽ ടു 2 ലാംഡ എക്സ്. ഓക്കെ, അതേപോലെ -2 ഈക്വൽ ടു 2 ലാംഡ വൈ. പിന്നെ നമുക്കറിയാവുന്ന കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ഇനി എന്ത് ചെയ്യുക? സോ ഇതിനെ നമുക്ക് ഇക്വേഷൻ ഇതിനെ 1, ഇതിനെ 2, ഇതിനെ 3 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x മൈനസ് 2 ലാംഡ എക്സ് ഈക്വൽ ടു 0. ഒരു ഇവിടെ നിന്ന് 2x കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2x ഇൻറ്റു 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 0 ഓർ എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 1. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതൊന്ന് കൺസിഡർ ചെയ്തേ. തേർഡ് വൺ 3ൽ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ 3 ഇംപ്ലൈസ് വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. ഓക്കെ, ആൻഡ് ഇഫ് ലാംഡ ഈക്വൽ ടു 1, ലാംഡ 1 ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടെ നിന്ന് -2 ഈക്വൽ ടു 2y എന്ന് കിട്ടും. ഓർ y ഈക്വൽ ടു -1 കിട്ടും. ഓക്കെ, ഇനി ഇത് നമ്മൾ സിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിയിൽ y ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ 3ൽ നമ്മൾ y ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദെൻ 3 ഇംപ്ലൈസ് എക്സ് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് x square plus 1 equal to 9 കിട്ടും. or x square equal to 8. This implies x equal to plus or minus 2 root 2 അല്ലേ? root 8 2 root 2 ആണ്. സോ നമുക്ക് കുറേ പോയിൻറ്റ്സ് ഇപ്പോൾ കിട്ടി. ഏതൊക്കെയാണ് പോയിൻറ്റ്സ്? x equal to 0 ആകുമ്പോൾ y equal to 3 ആവാം, y equal to -3 ആവാം അല്ലേ? സോ അത് 2 പോയിൻറ്റ്സ് അങ്ങനെ കിട്ടി. പിന്നെ കിട്ടിയ പോയിൻറ്റ്സ് ഏതാണ്? 2 root 2, -1 അല്ലേ? അങ്ങനെ ഒരു പോയിൻ്റ് കിട്ടി. പിന്നെ കിട്ടിയത് -2 root 2, -1. സോ നമുക്ക് 4 പോയിൻറ്റ്സ് ഇവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ പോയിൻറ്റിലും എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എഫ് ഓഫ് 0 -3 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. എഫ് ഓഫ് 0 3 -6 ആണ്. എഫ് ഓഫ് -2 root 2, -1 10 ആണ്. എഫ് ഓഫ് 2 root 2, -1 10 ആണ്. സോ ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 10 അല്ലേ? അതായത് നമ്മുടെ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓൺ ദ കൺസ്ട്രെയിൻ അല്ലേ? ഇതെന്താണ്? സർക്കിളാണ് അല്ലേ? ഓൺ ദ സർക്കിൾ x² + y² = 9 അതെന്താണ്? 10 ആണ്. ഏത് പോയിന്റിലാണ് അറ്റൈൻ ചെയ്യുന്നത്? 2 പോയിന്റ്സിൽ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ? -2 root 2, -1ലും 2 root 2, -1ലും. ആൻഡ് ഇവിടുത്തെ മിനിമം വാല്യൂ എന്താണ്? മിനിമം വാല്യൂ -6 അല്ലേ? ഓക്കെ, ആൻഡ് അത് ഏത് പോയിന്റിലാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? 0,3ലാണ്. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ ആബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂസ് ഓഫ് f of x, y = 2x² + y² - 2y + 1 subject to the constraint x² + y² less than or equal to 4.
സോ ഇവിടെ നോക്കിയേ, ഒരു ഇക്വേഷൻ ഫോമിലല്ല കൺസ്ട്രെയിൻറ്റ് തന്നിരിക്കുന്നത്. സോ ഈ ഇനീക്വാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്താണ്? സർക്കിളാണ് അല്ലേ? സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പം അതെന്തായിട്ട് മാറും? അതിൻ്റെ ഇൻസൈഡുള്ള പോർഷനൂടെ വരും. അഥവാ അവർ ഇനീക്വാലിറ്റി ഗീവ്സ് ഡി ഒരു സർക്കുലർ ഡിസ്ക് ആണെന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഒരു സർക്കുലർ ഡിസ്ക് എന്ന് പറയുമ്പോൾ അതെന്താണ്? ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് നോക്കാം? ഇതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് വരുന്നത് കണ്ടു നോക്കാം. സോ നമ്മൾ 13.8 പഠിച്ചിട്ടുണ്ടായിരുന്ന പ്രൊസീജിയർ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അബ്സല്യൂട്ട് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് ക്രിട്ടിക്കൽ നമ്പേഴ്സിനെയാണ്. സോ ക്രിട്ടിക്കൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എഫ് എക്സും എഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് 4x ആണ്, ഒന്ന് 2y - 2 ആണ്. സോ ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. സോ ഇത് രണ്ടും ഒരുമിച്ച് 0 ആവുന്ന പോയിന്റുകൾ നോക്കിയാൽ മതി. സോ 4x = 0യും 2y - 2 = 0യും കാൽക്കുലേറ്റ് ചെയ്യാം ആവുന്ന പോയിന്റ്സ് നോക്കാം. 4x = 0 ആണെങ്കിൽ x = 0 ആവണം. എഫ് വൈ എന്ന് പറയുന്നത് 2y - 2 ആണ്. അതിനെ 2 × y - 1 എഴുതാം. അത് 0 ആവണമെങ്കിൽ y = 1 ആവണം. സോ നമുക്കുള്ള ക്രിട്ടിക്കൽ പോയിന്റ് വി ഹാവ് ഓൺലി 0, 1 ആസ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് ഇൻ ഡി. 0, 1 ഡിയിലുള്ള മെമ്പറുമാണ് അല്ലേ, സർക്കുലർ ഡിസ്കിനുള്ളിലുള്ളതാണ്. സോ നമുക്ക് ക്രിട്ടിക്കൽ നമ്പർ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിയുടെ ബൗണ്ടറിയിലുള്ള ഡിയുടെ ബൗണ്ടറിയിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ക്രിട്ടിക്കൽ നമ്പേഴ്സിനെ കൂടെ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സിനെ യൂസ് ചെയ്യാം. സോ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നു? നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് g(x, y) എന്ന് എടുക്കുന്നു. വിത്ത് x² + y² ഈക്വൽ ടു 4 എടുക്കുന്നു. ഈക്വൽ ടു ആണെങ്കിൽ മാത്രമേ നമുക്ക് ലഗ്രാഞ്ചസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ബൗണ്ടറിയിൽ നമുക്കറിയാം, ബൗണ്ടറി അല്ലേ, നമ്മുടെ ഈ ഒരു ഡിസ്കിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് x² + y² ഈക്വൽ ടു 4 ആണ്. സോ ആ ബൗണ്ടറിയിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സിൻ്റെ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ് അപ്ലൈ ചെയ്യാം അവിടുത്തെ എക്സ്ട്രീമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ∇f വേണം, ∇g വേണം. ∇f 4xi + 2 × y - 1j എന്ന് കിട്ടും അല്ലേ, fxi + fyj. സിമിലർലി ∇g കിട്ടും. ഇനി എന്ത് ചെയ്യുക? ∇f = λ × ∇g കാൽക്കുലേറ്റ് ചെയ്യാം ഓർ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 4x = 2λx ആൻഡ് 2 × y - 1 = 2λy എന്ന് കിട്ടും. ആൻഡ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ് x² + y² = 4. ഇത് 3 യൂസ് ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എക്സ് വാല്യൂ, വൈ വാല്യൂ, z ഇല്ല, പിന്നെന്താണ്? ലാംഡയുടെ വാല്യൂ. ഇനി നോക്കിക്കേ, ഇതിന് ഇക്വേഷൻ 1, ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3. 1 നോക്കിക്കേ, 1ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1ൽ നിന്ന് 4x എന്താണ്? 4x = 2λx ആണ് അല്ലേ? സോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് 2xനെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് 2x × λ - 2 = 0 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇംപ്ലൈസ് x = 0 ഓർ λ = 2. ഇനി x = 0 ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? y = ± 2. ആൻഡ് λ = 2 ആണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 × 2 × y ദാറ്റ് ഈസ് 4y എന്ന് കിട്ടും. 2 × y - 1 = 4y or y = -1. ഓക്കെ, ഇനി y = -1 ആണെങ്കിൽ നമുക്കത് ഇവിടെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 + y² = 4 or y² = √3. സോറി, y² = 3 or y = ±√3. സോറി, എന്താണ്? y = -1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ x² + 1 = 4, x² = 3 or x = ±√3 എന്ന് കിട്ടും. സോ നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് കിട്ടി കഴിഞ്ഞു? ഇത് ഒക്കെ യൂസ് ചെയ്തിട്ട്, അതായത് x = 0 ആവുമ്പം നമുക്ക് 2 വൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പോയിൻറ്റ്സ് ഏതൊക്കെ വരും? 0 - 2ഉം 0, 2 വരും. പിന്നെ എന്താണ്? പിന്നെ നമുക്ക് y = -1 ആയപ്പോൾ 2 x വാല്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? -√3 - 1,
√3 മൈനസ് 1. സോ ഇതൊരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 0, 10, 10, 9, 1. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം വാല്യൂ വരുന്നത് 10 ആണ്. ഏതൊക്കെ പോയിൻറ്റ്സിലാണ്? ഈ 2 പോയിൻറ്റ്സിലാണ്. മിനിമം വാല്യൂ വരുന്നത് 0 ആണ്. അത് വരുന്നത് നമ്മുടെ എഫിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ടുള്ള 0, 1ലാണ്. സോ നമുക്ക് എന്ത് പറയാം? ഫ്രം ദ ടേബിൾ എഫ് ഹാസ് എൻ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഓഫ് 0 അറ്റൈൻഡ് അറ്റ് 0, 1 and an absolute maximum value of 10 attained at -√3, -1 and √3, -1. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഈ പോയിന്റ് 0, 1. ഈ 0, 1 ഈ ഡിസ്കിന് പുറത്തായിരുന്നുവെങ്കിൽ അത് നമ്മൾ എടുക്കില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് കിട്ടിയ 0, 1 എന്താണ്? നമ്മുടെ ഡിസ്കിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നമ്മൾ ആ പോയിന്റ് കൂടെ കൺസിഡർ ചെയ്തത്. സോ നമ്മൾ ഒരു ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പഠിച്ചു. എപ്പോൾ? ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പഠിച്ചു. ഇനി സപ്പോസ് ദാറ്റ് 2 കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ട്, ജിയും എച്ചും, വിത്ത് ജി ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ ടു കെ ആൻഡ് എച്ച് ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ ടു ഐ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഫിനെ ഒപ്റ്റിമൈസ് ചെയ്യാം? അവിടെയുള്ള ഇക്വേഷൻ എന്താണ്? അവിടെയുള്ള ഇക്വേഷൻ ഒന്ന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എടുത്താൽ മതി. del f equal to lambda del g plus mu delta h, where lambda and mu are constants called Lagrange multipliers. സോ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 3x plus 2y plus 4z. Subject to the constraints. 2 കൺസ്ട്രെയിൻറ്റ് തന്നിട്ടുണ്ട്. x minus y plus 2z equal to 1, x square plus y square equal to 1. സോ 2 കൺസ്ട്രെയിൻറ്റ് തന്നു കഴിഞ്ഞാൽ രണ്ടിനെയും നമുക്ക് ഒന്നിനെ g എന്നും ഒന്നിനെ h എന്നും വിളിക്കാം. ആൻഡ് നമ്മൾക്ക് വേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ്. del f equal to lambda del g plus mu del h. സോ del f കാണാൻ അറിയാം. എന്താണ്? 3i plus 2j plus 4k ആണ്. ഇനി ലാംഡ ഇൻറ്റു ഡെൽ ജി കാണാൻ അറിയാലോ. ഐ മൈനസ് ജെ പ്ലസ് 2k കിട്ടും. ഡെൽ എച്ച് എന്ത് വരും? ഡെൽ എച്ച് 2x 2y അല്ലേ? 2x i പ്ലസ് 2yj. സോ ഇതിന് നമുക്ക് ഐയുടെ ടേം, ജെയുടെ ടേം, കെയുടെ ടേം അങ്ങനെ എടുക്കാം അല്ലേ? അതായത് ഇവിടെ നിന്ന് നമുക്ക് ലാംഡ പ്ലസ് 2 mu എക്സ് ഐ പ്ലസ് ഇവിടെ എന്ത് കിട്ടും? മൈനസ് ലാംഡ പ്ലസ് 2 mu yj പ്ലസ് കെയുടെ ടേം ഇവിടെ മാത്രമേ ഉള്ളൂ. അതെന്താണ്? 2 ലാംഡ കെ. ഇനി ഇക്വേറ്റ് ചെയ്യാലോ. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3 ഈക്വൽ ടു ലാംഡ പ്ലസ് 2 mu എക്സ്, 2 ഈക്വൽ ടു മൈനസ് ലാംഡ പ്ലസ് 2 mu y ആൻഡ് 4 ഈക്വൽ ടു 2 ലാംഡ. ഇതിനെ 1, 2, 3. പിന്നെ നമ്മൾ 2 കൺസ്ട്രെയിൻറ്റ് എഴുതിയിട്ടുണ്ട്. അത് 4ഉം 5ഉം ആയിട്ട് എഴുതാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഈക്വൽ ടു 2 പ്ലസ് 2 mu x എന്ന് വരും. ഇനി ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 2 mu y. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 1 ഈക്വൽ ടു 2 mu x. ഇവിടെ നിന്നോ മൈനസ് 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 4 ഈക്വൽ ടു 2 mu y. ഇതിനെ 6 എന്നും ഇതിനെ 7 എന്നും വിളിക്കാം. ഓക്കെ, ഇനി ഈ 2 ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്യാം. ഈ 2 ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 1/2 mu അല്ലേ? x ഈക്വൽ ടു 1/2 mu. ഇവിടെ നിന്ന് എന്ത് കിട്ടും? y ഈക്വൽ ടു 2/mu എന്ന് കിട്ടും അല്ലേ? 4/2 2 ആണ്. സോ 2/mu എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സോ എക്സ് വാല്യൂ വൈ വാല്യൂ കിട്ടി. ഇതെവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക? അത് നമ്മൾ ഇവിടെ കൊടുത്തു നോക്കുക. ഇവിടെ കൊടുത്തു നോക്കിയാൽ എന്ത് കിട്ടും? 1/2 mu ഹോൾ സ്ക്വയർ പ്ലസ് 2/mu ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. സോ ഇത് 1/4 mu അല്ലേ? അതായത് ഇതെന്ത് വരും? ദിസ് ഇസ് സിമ്പിൾ. എന്താണ് കിട്ടുക? 1/4 mu സ്ക്വയർ പ്ലസ്
4/μ² ഈക്വൽ ടു 4 എന്ന് കിട്ടും. എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓക്കെ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. ഇവിടെ നമുക്ക് 4 കൊണ്ട് എന്ത് ചെയ്യുക? മുകളിലും താഴെയും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? സോ ഇവിടെ 16 വരും. 16 + 1 17. 70/4μ² ഈക്വൽ ടു 4. ഓർ ഇവിടുന്ന് എന്ത് കിട്ടും? 17 ഈക്വൽ ടു 16μ² ഓർ μ² ഈക്വൽ ടു 17/16 എന്ന് കിട്ടും. ഓക്കെ, μ² ഈക്വൽ ടു 70/16. അതിൻ്റെ മീനിങ് എന്താണ്? μ ഈക്വൽ ടു ± √17/4. സോ μ ഈക്വൽ ടു ± √17/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എക്സ് ഈക്വൽ ടു എന്തൊക്കെ കിട്ടും? എന്നെങ്കിൽ എക്സ് ഈക്വൽ ടു ± 2/√17 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? സോ μ ഈക്വൽ ടു √17/4 ആകുമ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ് ഈക്വൽ ടു ± 2/√17 എന്ന് കിട്ടുന്നത്. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടും? y ഈക്വൽ ടു ± 8√17. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എക്സും വൈയും കിട്ടി. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക? അത് നമ്മൾ ഇക്വേഷൻ ഏത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം? ഇക്വേഷൻ 4ൽ അപ്ലൈ ചെയ്യാം. എക്സും വൈയും ഇക്വേഷൻ 4ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ z വാല്യൂ കിട്ടുമല്ലോ. സോ z ഈക്വൽ ടു അവിടെ അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സോ z ഈക്വൽ ടു 1/2 ഇൻറ്റു 1 ± 6/√17 എന്ന് കിട്ടും. സോ എക്സ് കിട്ടി, വൈ കിട്ടി, z കിട്ടി. സോ ആ വാല്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സ് കിട്ടുന്നത്? 2/√17, 8/√17, 1/2 + 3/√17 ഒരു പോയിൻ്റ് കിട്ടും അല്ലേ? അവിടെ എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് കോമ ഈക്വൽ ടു 3x + 2y + 4z ആണ് അല്ലേ? സോ അവിടെ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സോ 2 × 1 + √17 എന്ന് കിട്ടും. ആൻഡ് ഏത് പോയിൻ്റ്? വേറൊരു പോയിൻ്റ് ഉണ്ട്, -2/√17, -8/√17, 1/2 - 3/√17. അവിടെ എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ വി ഗെറ്റ് 2 × 1 - √17. ഓക്കെ, സോ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് മാക്സിമം വാല്യൂ, ഏതാ മിനിമം വാല്യൂ എന്ന് പറയാലോ. ഏതാണ് മാക്സിമം വാല്യൂ? മാക്സിമം 2 × 1 + √17 ആണ്. ഏത് പോയിന്റിൽ? ഈ ഒരു പോയിന്റിൽ. മിനിമം വാല്യൂ എന്താണ്? മിനിമം വാല്യൂ ഇതാണ്. ഏത് പോയിന്റിൽ? അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ദ മാക്സിമം വാല്യൂ ഓഫ് എഫ് ഈസ് 2 × 1 + √17 and the minimum value of f is 2 × 1 -